ഇപ്പോൾ അടൂർ പ്രകാശ് മാധ്യമങ്ങളെ കാണുന്നു തത്സമയ ദൃശ്യങ്ങളിൽ. യാഥാർത്ഥ്യം ആ കാര്യങ്ങൾ ഞാൻ തന്നെ എൻ്റെ പ്രതികരണത്തിൽ പറയുകയുണ്ടായി. ശ്രീ എം വി ഗോവിന്ദൻ ഇപ്പോൾ ചില കാര്യങ്ങൾ പുറത്ത് പറയുമ്പോൾ അദ്ദേഹം ഇന്ന് പറഞ്ഞിട്ടുള്ളത് RSSുമായി ഞങ്ങൾ കൂട്ടുകെട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് എന്ന് പറയുന്നതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ശ്രീ ജി സുധാകരൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കൂടി നിങ്ങൾ കൂട്ടി വായിക്കാം. ജി സുധാകരൻ ഒരു കഴിഞ്ഞ നാളുകളിൽ പറഞ്ഞത് ഈ വോട്ടുകൾ, കള്ള വോട്ടുകൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്നതിനെക്കുറിച്ച് അദ്ദേഹം ശാസ്ത്രീയമായ ചില പ്രവർത്തനങ്ങൾ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അത് തുറന്നു പറയുകയുണ്ടായി. അതിനെ ന്യായീകരിച്ചത് ശ്രീ എം വി ഗോവിന്ദനാണ്. ന്യായീകരിക്കുക മാത്രമല്ല, ശ്രീ ജി സുധാകരൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയുകയും ചെയ്തു. ഞാൻ പറഞ്ഞത് CPMനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങൾ ഇവർ കള്ള ഏർപ്പാടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യങ്ങൾ കേരളത്തിലെ ജനങ്ങൾ അറിഞ്ഞിരിക്കണം. കേരളത്തിലെ ജനങ്ങൾ അറിയണം എന്ന് പറയുമ്പോൾ ഞാൻ അതിൻ്റെ ഒരു അനുഭവസ്ഥനാണ്. ഞാൻ പാർലമെൻറ്റിൽ 2019 മത്സരിക്കുമ്പോഴും 2024 വീണ്ടും ഞാൻ മത്സരിക്കുന്ന അവസരത്തിലുമൊക്കെ എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറഞ്ഞാൽ കള്ള വോട്ടുകൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്ന് വളരെ ശാസ്ത്രീയമായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളവരാണ് CPM എന്ന് പറയുന്നത്. ഞാൻ ആദ്യം മത്സരിക്കുന്ന അവസരത്തിൽ 1,14,000 കള്ള വോട്ടുകൾ കണ്ടെത്തുകയും അതിനെതിരെ ശബ്ദമുയർത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ 52,000-ത്തിലധികം ആളുകൾക്ക് വോട്ട് ചെയ്യാൻ കഴിയാതെ പോവുകയും ചെയ്തു. എന്നാൽ അതിനേക്കാൾ ക്രൂരമായിരുന്നു 2024 തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ആ 1,14,000 വോട്ടുകൾ ഒഴിവാക്കാൻ പാടില്ല എന്ന് ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്ക് വാക്കാൽ നിർദ്ദേശം കൊടുത്തു. ആ വാക്കാൽ നിർദ്ദേശം കൊടുത്തത് സ്വീകരിച്ചുകൊണ്ട് കൂടുതൽ 50,000 വോട്ടുകൾ കൂടി കൂട്ടിച്ചേർക്കാനുള്ള നടപടികളുമുണ്ടായി. ആറ്റിങ്ങൽ പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ 2024 നടന്ന തെരഞ്ഞെടുപ്പിൽ 1,64,000 കള്ള വോട്ടുകളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞത് ഇത്തരത്തിലുള്ള ഓരോ പ്രവർത്തനങ്ങളും ഓരോ കാലഘട്ടങ്ങളിലും മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർ നിറവേറ്റാറുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. അതേപോലെയുള്ള പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുന്നു. ഇന്നിപ്പോൾ ശ്രീ എം വി ഗോവിന്ദൻ എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് എന്നതിനെക്കുറിച്ച് നിങ്ങൾ കൂടി വിലയിരുത്തൽ നടത്തണം. അപ്പോൾ എന്തായാലും ഞാൻ ഒരു ആക്ഷേപം അവിടെ ഉന്നയിച്ചത് CPMും BJPയും തമ്മിൽ ഒരു കൂട്ടുകെട്ട് ഉണ്ടാക്കുന്നുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ആ ആക്ഷേപം അവിടെ ഉന്നയിച്ചത്. എന്തായാലും ഇന്ന് ഗോവിന്ദൻ തന്നെ അത്തരത്തിൽ ഞങ്ങൾ പണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് തുറന്നു പറഞ്ഞതിൽ ഞാൻ അദ്ദേഹത്തോട് ഉള്ള നന്ദിയും കടപ്പാടും പ്രത്യേകമായി അറിയിക്കുകയാണ്. തെരഞ്ഞെടുപ്പിനെ ഒന്നും ബാധിക്കില്ല. പക്ഷേ അവർ ഉണ്ടാക്കിയിട്ടുള്ള കള്ളക്കച്ചവടം എന്ന് പറയുന്നത് CPMന് വോട്ടുകൾ ലഭ്യമാകുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുക. നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ മറ്റൊരു കാര്യം കൂടി, ഇപ്പോൾ നമ്മുടെ തൃശ്ശൂരിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് BJPയുടെ സ്ഥാനാർത്ഥി വിജയിക്കാൻ ഇടം ഉണ്ടാക്കിയത് എന്നതിനെക്കുറിച്ച് കൂടി നിങ്ങളെല്ലാവരും ആലോചിക്കണം. BJPയുടെ സ്ഥാനാർത്ഥിയെ ജയിക്കാനുള്ള അവസരമൊരുക്കിയത് ശ്രീ പിണറായി വിജയനും അതേപോലെ തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയും എല്ലാവരും കൂട്ടുചേർന്നുകൊണ്ട് ചെയ്ത ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയം അക്കാര്യത്തിൽ. കോൺഗ്രസിന് നഷ്ടപ്പെട്ട വോട്ടുകൾ ഒരു ഭാഗത്തുണ്ട്, ഞങ്ങളില്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ആ വോട്ടുകൾ എന്ന് പറയുന്നതോടൊപ്പം തന്നെ CPIക്ക് എന്താണ്, CPI എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ CPM തകർത്തല്ലോ.
അത് തകർക്കാനുള്ള കാരണങ്ങൾ എന്താ എന്നതിനെക്കുറിച്ച് നിങ്ങൾ കൂടി ആലോചിക്കണം. അല്ല, വോട്ടിന്റെ കണക്കുണ്ട്. ആ കണക്കുകളൊക്കെ ഞങ്ങൾക്കും അറിയാം. ഞങ്ങളും അതെ, വോട്ടിന്റെ കണക്കുകൾക്കൊന്നും ഞങ്ങൾ വ്യത്യസ്തത പറയുന്നില്ല. പക്ഷേ ഇത് അവിടെ നടന്നിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പം നിലമ്പൂരിലും അത് തന്നെ ആവർത്തിക്കാൻ വേണ്ടിയുള്ള നടപടികൾ. ഇവിടെ ചെയ്തു കൊടുത്ത സഹായത്തിന് പ്രതിഫലമായി ഇപ്പുറത്ത് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിൽ അവർ അവരുടെ സഹായങ്ങൾ ഏറ്റുവാങ്ങാനുള്ള നടപടികൾ സ്വീകരിച്ചു എന്ന് ഉള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി മാറിയിരിക്കുകയാണ്. അടൂർ പ്രകാശ് മാധ്യമങ്ങളെ കാണുകയായി. മറ്റു വാർത്തകളിലേക്ക്. കനത്ത മഴയെ തുടർന്ന് ഇടുക്കി